സംസ്ഥാനത്തെ IT പാർക്കുകളിലെ മദ്യശാലകൾ ഈ വർഷം തന്നെ ആരംഭിക്കും. പ്രതിപക്ഷ എതിർപ്പ് മറികടന്ന് നിർദ്ദേശങ്ങൾക്ക് സബ്ജക്ട് കമ്മിറ്റി അംഗീകാരം നൽകി. 20 ലക്ഷം രൂപയാണ് ലൈസൻസ് ഫീസ്. രാവിലെ 11 മുതൽ രാത്രി 11 വരെയാണ് മദ്യശാലകൾ പ്രവർത്തിക്കുക. വിശദാംശങ്ങളുമായി ഷഫീദ് റാവത്ത് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, പ്രതിപക്ഷത്തിന്റെ എതിർപ്പ്, പ്രതിപക്ഷം മാത്രമല്ല, കഴിഞ്ഞ ഈ മദ്യനയം പുറത്തു വന്നപ്പോൾ സഭകളടക്കമുള്ള പലരും ഇതിൽ വിമർശനം ഉന്നയിച്ചു. ഇനി കുടിച്ചു കൂത്താടി ജോലിക്ക് വരുന്നവരെയൊക്കെ കാണാമല്ലോ എന്നൊക്കെ വിമർശനം ഉന്നയിച്ച പലരും ഉണ്ടായിരുന്നു, സാധാരണക്കാരുൾപ്പെടെ. അപ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നിൽക്കുമ്പോൾ, പ്രതിപക്ഷ പ്രതിഷേധം നിൽക്കുമ്പോൾ തന്നെ സബ്ജക്ട് കമ്മിറ്റി ഇതിന് അംഗീകാരം നൽകുന്നു. എന്താണ് ഇന്നത്തെ തീരുമാനങ്ങൾ? ക്രിസ്ത്യന, കഴിഞ്ഞ മദ്യനയത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സംസ്ഥാനത്തെ IT പാർക്കുകളിൽ മദ്യവിൽപ്പനശാലകൾ, മദ്യശാലകൾ ആരംഭിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം. ആ തീരുമാനവുമായി സർക്കാർ നേരത്തെ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള പ്രഖ്യാപനവും നടത്തുകയും ചെയ്തിരുന്നു. അബ്കാരി നിയമത്തിൽ ഭേദഗതി വന്നതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷം, പ്രത്യേകിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കെ ബാബു ഉൾപ്പെടെയുള്ള ആളുകൾ എതിർപ്പുന്നയിച്ചത്. ഇതോടെയാണ് ഈ നിയമസഭാ സമിതി അല്ലെങ്കിൽ ഈ നിർദ്ദേശങ്ങൾ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടത്. ഈ വിശദമായ ചർച്ച നടക്കുന്ന സാഹചര്യത്തിലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം എതിർപ്പുന്നയിച്ചിരുന്നു. ഇത് തള്ളിയാണ് സബ്ജക്ട് കമ്മിറ്റി നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകിയത്. IT പാർക്കുകൾക്ക് FLC ലൈസൻസ്, FL4C ലൈസൻസ് ആയിരിക്കും നൽകുക. ലൈസൻസ് ഫീസ് 10 ലക്ഷം ആക്കണം എന്നുള്ളതായിരുന്നു ഇക്കാര്യത്തിലെ IT വകുപ്പിന്റെ നിർദ്ദേശം. എന്നാൽ 20 ലക്ഷമാക്കി ഉയർത്തണമെന്ന് എക്സൈസ് വകുപ്പ് ആവശ്യപ്പെട്ടു. അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ 11 മണി മുതൽ രാത്രി 11 മണി വരെ ആയിരിക്കും ഇതിനുള്ള പ്രവർത്തന സമയം എന്ന് പറയുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ ശ്രീ VM സുധീരൻ കൂടി ചേരുകയാണ്. ശ്രീ VM സുധീരൻ, വർഷങ്ങളായി ഈ മദ്യ നിരോധനം, അത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ പോരാടിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇത്തരത്തിലൊരു മദ്യനയം വരുമ്പോൾ പല കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നിരുന്നു. ജോലി സമയത്ത് മദ്യപാനത്തിലേക്ക് അത് നയിക്കുമോ? സംസ്ഥാനത്തിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലൊരു മാർഗത്തിലേക്ക് പോകണോ എന്നൊക്കെ അങ്ങയുടെ പ്രതികരണം? കാരണം ഇപ്പോൾ തന്നെ മദ്യവ്യാപനത്തിന്റെ ഫലമായി കേരളം വളരെ വലിയൊരു ദുരന്തത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ ലഹരി വിപത്തിനെ കുറിച്ച് വേണ്ട പോലെ ചർച്ച നടക്കുന്നില്ല. മദ്യവും മയക്കുമരുന്നും സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദുരന്തമയമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ പോലും ഇതിന്റെ വിക്ടിംസായി മാറിക്കൊണ്ടിരിക്കുന്നു. കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു. കുടുംബങ്ങളിലെ സമാധാനം പോകുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിലെ അന്തരീക്ഷം ഒരു വ്യാപകമായി പറയുകയാണെങ്കിൽ ഇത്രയേറെ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചൊരു കാലം ഉണ്ടായിട്ടുണ്ടോ? അതിനൊരു പ്രധാന കാരണം നമ്മൾ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ശ്രദ്ധിച്ചാൽ, വരുന്ന റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ കുറ്റകൃത്യങ്ങളുടെ, ഗുണ്ടാമാഫിയ പ്രവർത്തനങ്ങളുടെ എല്ലാം പുറകിൽ നോക്കിയാൽ ഒരു പ്രധാന കാര്യം മദ്യവും മയക്കുമരുന്നുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുന്ന സമയത്ത്, ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് കേരളത്തിൽ 29 ബാറുകൾ മാത്രം ഉണ്ടായിരുന്നത് ഇന്നിപ്പോ ഏതാണ്ട് 1000-ഓളം എത്തിയിരിക്കുകയാണ്. ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അനുവദിക്കപ്പെടുന്ന ബാറുകളുടെ വിവരങ്ങളൊന്നും എക്സൈസിന്റെ വെബ്സൈറ്റിൽ കൊടുക്കാറില്ല. നേരത്തെ ഇതെല്ലാം കൃത്യമായി കൊടുത്തിരുന്നു. അപ്പൊ എത്രത്തോളം ബാറുകൾ അനുവദിച്ചു എന്ന് ഒരു 850 ബാറിന്റെ കണക്ക് വരെ നമുക്ക് അറിയാമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് എക്സൈസിന്റെ വെബ്സൈറ്റിലൊന്നും കാണിക്കാറില്ല. ഇതിന് പുറമെ കൺസ്യൂമർ ഫെഡിന്റെ മദ്യശാലകളുണ്ട്, ബീവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളുണ്ട്, കള്ള് ഷാപ്പുകളുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് ഇതേവരെ ശാന്തമായി പോയിരുന്ന കേരളത്തിൽ IT രംഗം സാമാന്യേന മെച്ചപ്പെട്ടു വരുന്നൊരു സാഹചര്യമാണ്. ആ മെച്ചപ്പെട്ടു വരുന്ന IT മേഖലയിലെ അന്തരീക്ഷത്തെ മലീമസപ്പെടുത്താൻ, തകരാറിലാക്കാൻ ഇടവരുത്തുന്ന രീതിയിൽ വളരെ തെറ്റായ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും ഈ കാര്യത്തിൽ നീങ്ങുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, ഇപ്പൊ IT മേഖല വളർന്നു വരികയാണ്. കേരളത്തിന്റെ IT മേഖല പച്ചപിടിച്ചു വരികയാണ്. ഈ നല്ല രീതിയിൽ വരുന്ന IT മേഖലയിലെ മിടുക്കന്മാരായ ആളുകളെ പോലും ഇതിലേക്ക് ആകർഷിക്കാൻ, കാരണം മദ്യത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതിന്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ലഭ്യതയാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പോ ലോക്ക്ഡൌൺ പീരീഡ്, കോവിഡ് കാലത്ത് ലോക്ക്ഡൌൺ പീരീഡ് ഉണ്ടായല്ലോ, 64 ദിവസം എല്ലാ മദ്യശാലകളും അടച്ചുപൂട്ടി. ഒരാൾക്കും ഒരു കുഴപ്പം ഉണ്ടായില്ലല്ലോ. മദ്യമില്ലെങ്കിലും ജനങ്ങൾക്ക് ജീവിക്കാം എന്നുള്ളത് കൃത്യമായി ലോക്ക്ഡൌൺ പീരീഡ് കാണിച്ചു തന്നു. അപ്പോൾ മദ്യത്തിന്റെ ലഭ്യതയാണ് അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലുമുള്ള എല്ലാ പഠനങ്ങളിലും
ഒരു കാര്യം വ്യക്തമാക്കുന്നത് മദ്യത്തിന്റെ ലഭ്യതയാണ് മദ്യത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു പ്രധാന ഘടകം. അപ്പോൾ മദ്യം എവിടെ വേണമെങ്കിലും മദ്യം ലഭ്യം, കൈ നീട്ടിയാൽ മദ്യം കിട്ടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കുക. ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് ഒരു താല്പര്യവും കാണുന്നില്ല. ഇപ്പൊ നമുക്കറിയാം, കേരളം മുഴുവൻ ഇത്ര വ്യാപകമായ മഴക്കെടുതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മഴ പെയ്താൽ അതോടുകൂടി നഗരം നാട്ടിൻപുറം നിശ്ചലമാകുന്ന സാഹചര്യം എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇതേക്കുറിച്ചൊന്നും ചിന്തിക്കാനോ പരിഹാര മാർഗങ്ങൾ കാണാനോ ഭരണാധികാരികൾ സമയമില്ല. ശ്രീ വി എം സുധീരൻ, സർക്കാരിന്റെ ഒരു ന്യായം തൊഴിൽ സൃഷ്ടിക്കുക, വരുമാനം വർദ്ധിപ്പിക്കുക. ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ പരിഹാരം കാണണമെങ്കിൽ ഖജനാവിൽ പണം വേണം. ആ പണം വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മാർഗത്തിലേക്ക് കൂടി പോകണം. മാത്രമല്ല IT കമ്പനികളിലൊക്കെ ഈ മീറ്റിങ്ങുകൾ, കോൺഫറൻസുകൾ, കൺവെൻഷനുകൾ, ഇൻസെന്റീവുകൾ, എക്സിബിഷൻ ഇതൊക്കെ വരുമ്പോൾ ഇതിലൊക്കെ ഒഴിച്ചുകൂടാൻ ആവാത്ത ഭാഗമാണ് മദ്യം. അത് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിലും നല്ലതല്ലേ നമ്മുടെ തന്നെ ശാലകളിൽ നിന്ന് വാങ്ങിക്കുന്നത് എന്നൊരു ന്യായമൊക്കെ പറയുന്നുണ്ടല്ലോ സർക്കാർ. മാത്രവുമല്ല, ഇനി വരാനിരിക്കുന്ന മദ്യനയത്തിൽ ഡ്രൈ ഡേ ഒഴിവാക്കാനുള്ള ഒരു നീക്കം കൂടി ഉണ്ടല്ലോ. ഈ പറയുന്നതിലൊന്നും യാതൊരു ന്യായീകരണവുമില്ല. IT മേഖലയിലെ കോൺഫറൻസുകളിൽ മദ്യമാണോ പ്രധാന വിഷയം? അതാണോ പ്രധാന ഇനം? അതാണോ? അവിടെ ബുദ്ധിമാന്യം ഉണ്ടാക്കാനല്ലേ മദ്യം ഇടവരുത്തൂ, അല്ലാതെ ബുദ്ധിയെ മെച്ചപ്പെടുത്താൻ മദ്യം ഇടവരുത്തുമോ? ശരിക്കു പറഞ്ഞാൽ എന്തൊരു തെറ്റായ കാഴ്ചപ്പാടോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ പോകുന്നത്. 2, സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തണമെങ്കിൽ അനാവശ്യമായ ധൂർത്തുകൾ ഒഴിവാക്കുക, കെടുകാര്യസ്ഥത ഒഴിവാക്കുക, ചെലവ് ചുരുക്കേണ്ട സ്ഥലത്ത് ചെലവ് ചുരുക്കണം. അതൊന്നും ശ്രദ്ധിക്കാതെ അങ്ങേയറ്റം വ്യാപകമായ ധൂർത്ത് നടത്തി പൊതുസമ്പത്ത് ധൂർത്തടിച്ച് അതിന് പണം കണ്ടെത്തണമെന്നതിന് വേണ്ടി ജനങ്ങളെ വീണ്ടും ഒരു വലിയ ദുരന്തത്തിലേക്കാണ് തള്ളിവിടുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ ഇവര് ടൂറിസത്തിന്റെ കാര്യം പറയുന്നുണ്ട്. ടൂറിസം നമുക്കറിയാം, കേരളത്തിൽ മദ്യശാലകൾ അടച്ചുപൂട്ടിയ കാലത്ത് 2014 മുതൽ 16 വരെയുള്ള കാലത്തെ ടൂറിസ്റ്റുകളുടെ, ആഭ്യന്തര ടൂറിസ്റ്റുകൾ, വിദേശ ടൂറിസ്റ്റുകൾ, അവരുടെ വരവ്, അവരുടെ എണ്ണം കണക്കാക്കിയാൽ, അതുപോലെ തന്നെ ടൂറിസത്തിൽ നിന്ന് വരുമാനം കണക്കാക്കിയാൽ നമുക്കറിയാം മദ്യശാല അടച്ചുപൂട്ടിയത് കൊണ്ട് ടൂറിസ്റ്റുകൾ കുറഞ്ഞില്ല, മറിച്ച് കൂടുകയാണ് ചെയ്തത് എന്ന് അറിയാൻ സാധിക്കും. സർക്കാർ ഈ കാര്യത്തിൽ പറയുന്ന ന്യായീകരണങ്ങൾക്കൊന്നും യാതൊരു വിധത്തിലുള്ള കൃത്യതയില്ല. അത് വസ്തുതയുടെ അടിസ്ഥാനത്തിലുള്ളതല്ല. ശരിക്കു പറഞ്ഞാൽ ഇതിന്റെ ഫലം എന്ന് പറയുന്നത് കേരളത്തെ വലിയൊരു സാമൂഹ്യ വിപത്തിലേക്ക് തള്ളിവിടും. ശരി, വളരെ നന്ദി ശ്രീ വി എം സുധീരൻ പ്രതികരിച്ചതിന്. നമ്മൾ കൂടുതൽ വാർത്തകളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. പ്രേക്ഷകർക്കൊരു അറിയിപ്പുണ്ട്. മലങ്കര ഡാമിൽ ഷട്ടറുകൾ 80 സെന്റിമീറ്റർ വരെ ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളുടെ തീരത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശമുണ്ട്. പരമാവധി ജലനിരപ്പായ 41.50 മീറ്റർ വരെ എത്തുന്ന സാഹചര്യമുണ്ടായാൽ 1 മീറ്റർ വരെ ഷട്ടർ ഉയർത്തുന്നതിന് ജില്ലാ കളക്ടറുടെ അറിയിപ്പുണ്ട്. അതുകൊണ്ട് മറക്കണ്ട, തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളുടെ തീരത്തുള്ളവർ ജാഗ്രത പുലർത്തണം. ഇടവേള.